Hello, India Times. Yes, Chandradas speaking. What? Is it true, sir? No, nothing, sir. ഗോപാലേട്ടാ, രാധയെ അറസ്റ്റ് ചെയ്തു എന്ന് ആര് പറഞ്ഞു? എഡിറ്ററിനെ വിളിച്ചു പറഞ്ഞു. കൺട്രോൾ റൂമിൽ നിന്ന് കിട്ടിയ മെസ്സേജാ. രാധ എന്നൊരു മലയാളി നക്സലൈറ്റ് പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു. വേഗം പോയി ന്യൂസ് കവർ ചെയ്യാൻ. ഓ ഗോഡ്. അതിന് ഇത്ര ഹോട്ട് ടെമ്പേർഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. കൊലപാതകം ചെയ്തിട്ട് എത്ര നാളിങ്ങനെ ഒളിച്ചു കഴിയാൻ പറ്റും? എനിക്ക് എന്റെ കുഞ്ഞും എന്റെ ഭർത്താവും എന്റെ ജീവിതവും വലുത്. വേറൊന്നും ഞാൻ ആലോചിക്കാറില്ല. സ്വന്തം വീട്ടുകാരെ പോലും വെറുപ്പിച്ച് ജീവിക്കേണ്ടി വന്നവളാ ഞാൻ. ചോദിച്ചതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറണ്ട. അത് തന്നെയാ പറഞ്ഞത്. വേറൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്കറിയണം. ഞാനും ഗോപാലേട്ടനും നീയുമല്ലാതെ മറ്റാർക്കും ഇതറിയില്ല. പേര് വെളിപ്പെടുത്താത്ത ഒരു സ്ത്രീയാണ് ഇൻഫർമേഷൻ കൊടുത്തതെന്നാണ് കൺട്രോൾ റൂമിൽ നിന്ന് പറഞ്ഞത്. ഞാൻ സംശയിക്കുന്നു, അല്ല വിശ്വസിക്കുന്നു, ഒറ്റുകാരിയായ സ്ത്രീ നീയാണെന്ന്. ആണെങ്കിൽ ഇവിടെ തീരും നാം തമ്മിലുള്ള ബന്ധം. പറയടി. ഞാൻ തന്നെയാണ്. വാക്കുകൊണ്ട് പോലും നിന്നെ വേദനിപ്പിക്കാൻ കഴിയാത്തവനായിരുന്നു ഞാൻ. അന്ധമായ ആർത്തിയോടാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത്. എന്റെ വിശ്വാസങ്ങളെ നീ വഞ്ചിച്ചു. നിനക്കെന്നെ മനസ്സിലായില്ല, എന്റേതാകാൻ കഴിഞ്ഞില്ല. ഇനി നീ മാത്രമാണ് മംഗലശ്ശേരി ഗോവിന്ദമേനോന്റെ മകൾ. ഞാനൊരമ്മയാണ്, ഭാര്യയാണ്. വിപ്ലവത്തിന്റെ ഒക്കെ പേരും പറഞ്ഞ് വീണ്ടും നാശത്തിലേക്ക് പോയ ഞങ്ങൾക്ക് പിന്നെ ആരുണ്ട്? എടീ, ആദ്യം മനുഷ്യ സ്ത്രീയാവും. മനുഷ്യനെ കുറിച്ച് പഠിക്ക്. കണ്ണീരിന്റെ ഉപ്പും സ്നേഹത്തിന്റെ ചൂടും മനസ്സിലാക്കുക. എന്നിട്ട് ഭാര്യയും അമ്മയാവും. ഇപ്പൊ നീ കാണിക്കുന്നത് വെറും പ്രിട്ടൻഷനാണ്, നാട്യം, കാപട്യം. എന്നോട് ക്ഷമിക്കണം. ക്ഷമയോ? നീ മറ്റൊരാളുമായി ശരീരം പങ്കുവച്ചു എന്നറിഞ്ഞാൽ ഞാൻ ക്ഷമിക്കും. എന്റെ അമ്മുവിന്റെ അച്ഛൻ ഞാനല്ലെന്നറിഞ്ഞാൽ പോലും ഞാൻ ക്ഷമിച്ചേ. പക്ഷെ ഇത് നീ എന്നെ അടിമുടി തകർത്ത് കളഞ്ഞു. ഇപ്പോ നമ്മൾ അപരിചിതരായ രണ്ട് മനുഷ്യർ, ഒരിക്കലും ചേരാത്തവർ.